ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രകാശം തീരാൻ പോകുന്ന ഭാഗമാണ് 2 ദിവസത്തിൽ നടക്കാൻ പോണത്. അങ്ങനെ പ്രകാശിൻ്റെ കല്യാണമാണല്ലോ മറ്റന്നാൾ, അതായത് വെള്ളിയാഴ്ച പ്രകാശിൻ്റെ കല്യാണമാണെന്നാണ് പറയുന്നത്. അങ്ങനെ പ്രകാശിൻ്റെ കല്യാണം വെള്ളിയാഴ്ച ആണെങ്കിൽ പ്രകാശ് സത്യങ്ങൾ അറിയണത് വെള്ളിയാഴ്ച തന്നെയായിരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ഈ സത്യങ്ങൾ അറിഞ്ഞത് പ്രകാശിൻ്റെ ജീവൻ നിൽക്കും എന്നുള്ള കാര്യം അതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും പ്രകാശം തീരുക തന്നെ ചെയ്യും. ഇപ്പോൾ കല്യാണിയും നമ്മുടെ ദീപയൊക്കെ പറയുന്നുണ്ടല്ലോ, പ്രകാശം ചത്താലും കുഴപ്പമില്ല, ഒരു തരി പോലും സ്നേഹം മനസ്സിലില്ല, അയാൾ ചത്താലും വലിയ കുഴപ്പമൊന്നുമില്ല, അയാൾ ചാവേണ്ടവനാണ് എന്നൊക്കെ പറയുമല്ലോ. പക്ഷേ ചത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കല്യാണിക്ക് വല്ലാത്തൊരു വിഷമം തോന്നും കേട്ടോ. ചാവുമ്പോഴെങ്കിലും പ്രകാശിന് കല്യാണിയുടെ സ്നേഹം മനസ്സിലാക്കും. കല്യാണിനെ ആദ്യമായിട്ട് മോളെ ഒന്ന് വിളിച്ചിട്ടേ പ്രകാശൻ എന്തായാലും ഈ മണ്ണിൽ നിന്ന് പോകുള്ളൂ, അതൊരു സംശയമില്ല. അങ്ങനെ നമ്മുടെ മോളേന്ന് പ്രകാശൻ ഒരു വാക്ക് വിളിച്ചാൽ തീർച്ചയായിട്ടും കല്യാണി സ്നേഹം കൊണ്ട് പ്രകാശിനെ മൂടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷെ അതിനുള്ള സമയമൊന്നും പ്രകാശനില്ല കേട്ടോ. പ്രകാശന് എന്തായാലും തീരാൻ പോകുന്ന ഭാഗങ്ങളാണ് ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. കാരണം അത്രമാത്രം അഹങ്കാരം കൊണ്ട് നടക്കാണ് പ്രകാശന് കൂടെ വിക്രവും. പ്രകാശൻ തീർന്നു കഴിഞ്ഞാൽ തീർച്ചയായും വിക്രവും അതുപോലെ തന്നെ മുത്തശ്ശിയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. വേറൊരു വീട് അവർക്കില്ല. വിക്രത്തിന് ജോലിയും കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തെരുവിൽ പോയി കിടക്കാൻ തന്നെ അവരുടെ വിധി. ചിലപ്പോൾ വിക്രം നാണില്ലാത്തവനായതുകൊണ്ട് തന്നെ കല്യാണിയുടെ മുമ്പിൽ കൈ നീട്ടുമായിരിക്കും, എനിക്ക് എന്തെങ്കിലുമൊക്കെ തന്ന് സഹായിക്കണം, എന്തിനും ജോലി തന്ന് സഹായിക്കണം. പക്ഷെ കല്യാണിയൊന്നും അടുപ്പിക്കില്ല. കാരണം വിക്രമാണ് ഏറെക്കുറെ ഈ പ്രകാശിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് കല്യാണിക്ക് നന്നായിട്ട് അറിയാണ്ട് വിക്രത്തിന് എന്തൊക്കെ വന്നാലും അടുപ്പിക്കുകയില്ല. പക്ഷെ പ്രകാശൻ തന്റെ മരണ സമയത്തെങ്കിലും കല്യാണി എന്ന് പറഞ്ഞ മോളെ അംഗീകരിക്കുക തന്നെ ചെയ്യും. കല്യാണിക്കും ചെറിയൊരു സ്നേഹവും വാത്സല്യമൊക്കെ ആ സമയത്ത് തോന്നും. അതായത് എന്തൊക്കെ പറഞ്ഞാലും തന്നെ അച്ഛനാണല്ലോ, ആ ഒരു എന്തൊക്കെ വെറുപ്പാണെന്ന് പറഞ്ഞാലും മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ ഉണ്ട്. മാത്രമല്ല കല്യാണിക്ക് ചെറുപ്പത്തിലൊക്കെ പ്രകാശിനെ എത്രമാത്രം ആട്ടി ഓടിച്ചാലും ചെറിയൊരു ഇഷ്ടം പ്രകാശിനോട് അപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കല്യാണി ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ പടങ്ങൾ തൻ്റെ അച്ഛൻ്റെ പടങ്ങളാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.